ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹ്യൂമിക് ആസിഡ് ആണ്. ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. അതായത് ചെടികൾ നന്നായിട്ട് വളരാനും ഒപ്പം തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ ഹ്യൂമിക് ആസിഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അതെന്താണെന്ന് ആദ്യം വിശദീകരിക്കാം. ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മണ്ണിൽ ഉണ്ടാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ ഇലകൾ വീഴുമ്പോഴും മരങ്ങൾ മറിഞ്ഞു വീഴുമ്പോഴും ഒപ്പം തന്നെ മൃഗങ്ങളുടെ ചത്ത അവശിഷ്ടങ്ങൾ വീഴുമ്പോഴും എല്ലാം അത് ഡീകമ്പോസ് ചെയ്തിട്ട്, അതായത് അഴുകി ജീർണിച്ചിട്ട് മണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഒരു ആസിഡാണ് ഹ്യൂമിക് ആസിഡ്. അപ്പൊ എന്തിനാണ് ഈ ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതായത് അത് ഗ്രോത്ത് പ്രൊമോട്ടർ ആണെന്ന്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഓഗസ്റ്റിൽ നമ്മളിവിടെ വളം ചെയ്തിരുന്നു. ഈ വളം ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി. ഈ ഓർഗാനിക് വളങ്ങളിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചതും മറ്റ് ജൈവവളങ്ങളും ഒക്കെ നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ കൊടുത്തിരുന്നു. ഇനി ഈ വളങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ആയിട്ട് ചെടിക്ക് പൂർണ്ണ രീതിയിൽ സ്വീകരിക്കണമെങ്കിൽ ഏകദേശം ഒരു 3 മാസം വരെ സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ എല്ലുപൊടിയൊക്കെ വളരെ കൂടുതൽ സമയമെടുത്തിട്ട് ജീർണിച്ച് മരത്തിന് അത് ന്യൂട്രിയൻ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും അതേപോലെ നമ്മൾ ഫോളിയാറായിട്ട് സ്പ്രേ ചെയ്യുമ്പോഴും വളങ്ങളെ ശരിയായ രീതിയിൽ മരത്തിന് വലിച്ചെടുക്കാൻ ഈ ഹ്യൂമിക് ആസിഡ് സഹായിക്കും. നമ്മൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജൈവവളങ്ങളെ അത് വിഘടിപ്പിക്കുന്നു. അതായത് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് മണ്ണിൽ മൈക്രോബ്സ് അഥവാ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികൾ എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയകൾ, ഒപ്പം തന്നെ ഫംഗസ്, ഫംഗി എന്ന് പറയും, പിന്നെ വൈറസ്, അങ്ങനെ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ. അതാണ് ഈ മൈക്രോബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മൈക്രോബ്സ് ആണ് വളങ്ങളെ ജീർണിപ്പിച്ചിട്ട് ഈ ചെടികൾക്ക് നമ്മൾ പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് അതായത് മഗ്നീഷ്യം, കാൽഷ്യം എന്നിവ ആ അയോൺസിന്റെ രൂപത്തിൽ ഈ ചെടികളുടെ വേരുകൾക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിൽ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ബെനിഫിഷ്യൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമുക്ക് സഹായകരമായ അല്ലെ ഉപകാരപ്രദമായ മൈക്രോബ്സ് ആണത്. അപ്പൊ ഈ മൈക്രോബ്സിന്റെ ഒരു ഫുഡ് എന്ന് പറയാം നമ്മൾ ഈ കൊടുക്കുന്ന ഹ്യൂമിക് ആസിഡ്. അതായത് നമ്മൾ ഹ്യൂമിക് ആസിഡ് വളപ്രയോഗത്തിന് ശേഷം മണ്ണിൽ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ജൈവവളങ്ങളെ വിഘടിപ്പിച്ചിട്ട് മൈക്രോബ്സ് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഈ മൈക്രോബ്സിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഈ ഹ്യൂമിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് കഴിക്കുമ്പോഴേക്കും കൂടുതൽ ബെനിഫിഷ്യൽ മൈക്രോബ്സ് ഉണ്ടാവുകയും അവ നല്ല രീതിയിൽ ഈ വളത്തിലെ ന്യൂട്രിയൻസിനെ ഈ മരത്തിന് റൂട്ട്സ് വഴി സപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ബെനിഫിഷ്യൽ മൈക്രോബ്സിന്റെ ഡെവലപ്മെന്റിനും ശരിയായ രീതിയിൽ റൂട്ട്സിന് വളങ്ങൾ വലിച്ചെടുക്കുന്ന രീതിയിൽ ആ വളങ്ങളെ മാറ്റിയെടുക്കാനും ഈ ഹ്യൂമിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ആ ചെടികൾക്ക് സഹായകരമായി വരുന്നു. ഇനി ഹ്യൂമിക് ആസിഡ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതി വിശദീകരിക്കാം. ഹ്യൂമിക് ആസിഡ് ഒരു 5 ml 1 ലിറ്റർ എന്ന അളവിലാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാനിതൊരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ 50 ml ആണ് ഒഴിക്കേണ്ടത്. അപ്പം അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്, എന്നാലും ഒരു എളുപ്പത്തിന് ഇത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ 15 ml വെച്ചിട്ടാണ് അളവ് എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ 45 ml ആയി. ഇപ്പോൾ നമ്മൾ 50 ml ഇതിനകത്ത് എടുത്തു. ആദ്യം ഈ ലിക്വിഡ് വളരെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 50 ml ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, ഇതിപ്പോൾ 1 ലിറ്ററിന്റെ കപ്പാണ്. ആദ്യം ഈ ചുവട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയൊരു നനവ് മണ്ണിൽ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ കാലത്ത് നനച്ചിരുന്നു, അതിൻ്റെ ഒരു നനവുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് 1 ലിറ്റർ എടുത്തിട്ട് ആ മണ്ണിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതുപോലെ അടുത്ത മരത്തിനും നന്നായിട്ടൊന്ന് ചൂടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിക്ക് മണ്ണിൽ നിന്നും ഈ വളം നല്ല രീതിയിൽ വലിച്ചെടുത്തിട്ട് ആ മരത്തിൻ്റെ ഗ്രോത്ത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹ്യൂമിക് ആസിഡിൻ്റെ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത്, ഹ്യൂമിക് ആസിഡ് നമുക്ക് ഫോളിയാർ ആയിട്ട് സ്പ്രേ ചെയ്യാം. ഫോളിയാർ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ml 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഈ മരത്തിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും കൂടി കാണിച്ചു തരാം. എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ ഗ്ലൗസ്, മാസ്ക് ഒക്കെ ഇടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കാം. ഇത്തരം ഗ്ലാസ് എങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ 25 ml 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് 1 ലിറ്ററിൽ 5 ml ആണ്. ഇത് നമുക്ക് ഫോളിയാർ ആയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ഇലകളിലെ എല്ലാ അടിഭാഗത്തും ഇലയുടെ മോൾ ഭാഗത്തും എല്ലാം നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ചെടികൾ നന്നായിട്ട് വളരും. അതുകൂടാതെ ഫോട്ടോസിന്തസിസ്, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ചെടികൾക്ക് എനർജി കിട്ടാനായിട്ടുള്ള ആ പ്രോസസ്സ് നന്നായിട്ട് നടക്കും. കൂടാതെ മരങ്ങളുടെ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശേഷി വർദ്ധിക്കും. മാത്രമല്ല വളങ്ങൾ ശരിയായിട്ട് വലിച്ചെടുക്കാനുള്ള മരങ്ങളുടെ കഴിവ്, അല്ലെങ്കിൽ റൂട്ട് ഡെവലപ്മെന്റ്, മരങ്ങളുടെ വേരുകൾ നന്നായിട്ട് വളരാനും അവയ്ക്ക് ശരിയായ രീതിയിൽ വളം വലിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതേപോലെ ഹ്യൂമിക് ആസിഡ് ഫോളിയാർ ആയിട്ട് സ്പ്രേ ചെയ്യുന്നത്, അത് മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് വേണേൽ ചെയ്യാം. ഞാൻ പക്ഷെ ഇവിടെ വർഷത്തിൽ ഒരു 2-3 തവണയൊക്കെ സ്പ്രേ ചെയ്യാറുള്ളൂ. എൻ്റെ ചെടികളൊക്കെ അല്ലാതെ തന്നെ നന്നായിട്ട് വളരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഈ ഹ്യൂമിക് ആസിഡ് ഈ 5 ml 1 ലിറ്റർ എന്ന അളവിൽ സ്പ്രേ ചെയ്യുന്നതും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ചെടികളുടെ നല്ല റൂട്ട് ഡെവലപ്മെന്റ്, അതുപോലെ വളം നന്നായിട്ട് ന്യൂട്രിയൻസ്, നമ്മുടെ ഈ പറഞ്ഞ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നന്നായിട്ട് വലിച്ചെടുക്കാനും ചെടികളുടെ നല്ലൊരു ഗ്രോത്തിനും ഒപ്പം തന്നെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കാനും അതുവഴി മരങ്ങൾ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യാനും സഹായിക്കും. ഇനി അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.